ഏത് ബുക്കാ വേണ്ടേ? ഇന്ന് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ കൊണ്ടുപോവാം. ഓക്കെ, ഇന്നാ. താങ്ക് യു. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പൊക്കോളാം. നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ? അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. അതെന്താ? നിനക്കെന്താ ഞാൻ വരണമെന്ന് ഇത്ര നിർബന്ധം? നീ എന്തിനാ അടുത്തോട്ട് വരുന്നേ? നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഞാൻ വരാം, നീ ഒന്ന് വിട്ടു നിക്ക്. താങ്ക് യു. ഫ്രണ്ട്സ് ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യില്ല. എങ്ങനെ? ഒന്നുമില്ല. നീ എന്നെ വട്ടാക്കുന്നുണ്ട് അബി. ഐ എം ഫീലിംഗ് സ്ട്രേഞ്ച്. Am I falling for him? No, he's a boy. He's a boy. നിന്റെ ഈ പ്രേമൊക്കെ എന്നെ കുറിച്ചുള്ള സത്യം അറിയുമ്പോ ഇല്ലാതാവും അബി. നീ എന്നെ വിട്ടു പോവും. ഇഷാൻ, കൺട്രോൾ യുവർ സെൽഫ്. നീ കരയേണ്ടി വരും. ഇവിടെ അല്ലേ? താങ്ക് യു. ഫ്രണ്ട്സ് താങ്ക്സ് പറയില്ല. പിന്നെന്താ ഫ്രണ്ട്സ് പറയാ? ഐ ലവ് യു. ജെകെ. ബൈ. ഓക്കെ, നാളെ കാണാം. ഇന്നലെ ഒരുത്തന്റെ കൂടെ കാറിലിരുന്ന് പോന്നാണ്ടല്ലോ. വന്നപ്പോഴേ കോളേജിലെ ഏറ്റവും ലുക്കുള്ളവരെ തന്നെ കയറി പിടിച്ചോ? അവൻ നിന്റെ ആരാ? ലവറാ അതോ ജസ്റ്റ് ഫ്രണ്ട് മാത്ര? ബെസ്റ്റി അതോ അവന്റെ സ്ലട്ടോ? യു മൈ വൈഫ്. ചേച്ചിമാര് ശരിക്കും കേട്ടല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? വാടി പോവാ. ഇഷ, ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. ഈസ് ഇറ്റ് ഓക്കെ? ആടോ, നീ അവളന്മാരുടെ വായടപ്പിക്കാൻ പറഞ്ഞതല്ലേ? അല്ല. പാർഡൻ? ഞാൻ സത്യ പറഞ്ഞേ. അതെങ്ങനെ സത്യാവും? നിനക്കറിയാലോ എനിക്ക് നിന്നെ ഇഷ്ടാന്ന്. ഞാൻ ഒരുപാട് പെൺപിള്ളേരുടെ പുറകെ നടന്നിട്ടുണ്ട്, ബെല്ല അടക്കം. പക്ഷെ ചുമ്മാ ഒരു രസം. സീരിയസ് ആയിരുന്നെങ്കിൽ ഞാൻ പീക്കാച്ചുവിന് അവളെ സെറ്റാക്കാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരിക്കൽ പുറകെ നടക്കുമ്പോ എനിക്ക് എല്ലാരെയും മടുക്കും. കാരണം എനിക്ക് ഇതുവരെ കണ്ട ആരെയും ഞാൻ സങ്കല്പത്തിൽ കണ്ട പോലെ തോന്നിയില്ല. അല്ലാതെ എനിക്ക് വേണമെന്ന് വെച്ച ഒരു പെൺകുട്ടിയെ വളയ്ക്കാവുന്നതേ ഉള്ളൂ. ഹലോ, നീ സകല പെൺപിള്ളേരുടെയും പുറകെ നടന്ന് വെറുപ്പിച്ചടി മേടിച്ചത് ഏതു എന്നോട് പറഞ്ഞു. അതെ, സത്യാണ്. അതൊക്കെ എനിക്കൊരു രസാ. പീക്കാച്ചും ബെല്ലയും ഫുൾ ടൈം സോണല. പിന്നെ ഞാനും ചെയ്തു ചുമ്മാ ബെറ്റ് വെച്ച് ഓരോരുത്തരെ വളയ്ക്കാൻ നടക്കും. ബട്ട് വളയും തോന്നിയാ ഞാൻ മനഃപൂർവ്വം അവരെ വെറുപ്പിക്കുന്നതാ. സത്യമായിട്ടും എനിക്ക് വേണമെന്ന് തോന്നിയത് നിന്നെ മാത്ര. അതുകൊണ്ടാ. പ്ലീസ് ഒന്ന് ഇഷ്ട പറയടി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കമ്മിറ്റഡ് ആണെന്ന്. അത് കള്ളാണെന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം? ഇപ്പൊ കൺഫേം ആയി. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാടി. ക്ലാസ്സിൽ ഒരു സൈഡ് ചെരിഞ്ഞിരുന്ന് നിന്നെ നോക്കി നോക്കി എന്റെ കഴുത്ത് വരെ വിളിക്കടി. എന്നാ പോയൊരു ബെൽറ്റ് ഇട. ഇഷ പ്ലീസ്, നിന്നെ നോക്കി നോക്കി ആ കാക്കപ്പുള്ളി കണ്ട് എനിക്ക് ഭ്രാന്താകുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും നിന്നെ കിസ്സടിച്ചു പോവും. നീ ഇങ്ങനെ മിണ്ടാണ്ട് നിക്കല്ലേ. നിനക്ക് തല്ലണേ തല്ലിക്കോ, വഴക്ക് പറയണോ പറഞ്ഞോ. പക്ഷെ എന്നെ ഇങ്ങനെ നോക്കിക്കൊല്ലല്ലേ. അബി, ഇത് നടക്കില്ല, നടക്കാൻ പാടില്ല. എനിക്ക് നിന്നെ തിരിച്ചു സ്നേഹിക്കാൻ കഴിയില്ല. നീ പിന്നീട് അതോർത്ത് റിഗ്രറ്റ് ചെയ്യും. എന്ത് റിഗ്രറ്റ്? അയ്യേ, കരയുന്ന നിനക്കെന്താ പ്രാന്ത? അവള് പോയ വേറൊരുത്തി വരുവടാ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എനിക്ക് ബാക്കി പെൺപിള്ളേരെ പോലെ അല്ല അവള്. എനിക്ക് അവളെ വേണം. എനിക്ക് അവളെ ശരിക്കും ഇഷ്ടാടാ മച്ചാനെ. എനിക്ക് അവളെ വേണടാ. ഞാൻ വീട്ടിൽ പോവാടാ. എനിക്കിന്ന് അവളെ ഫേസ് ചെയ്യാൻ വയ്യ. എന്നാ ഞാനും വരാം. വേണ്ടടാ, ഞാൻ കാരണം നിന്റെ ക്ലാസ് മിസ്സാവണ്ട. ആര്? ഞാനോ? എന്റെ ബാഗിൽ ഒരു ബുക്ക് പോലും ഇല്ല. ഡോണ്ട് മേക്ക് മീ ലവ് ബ്രോ. അപ്പൊ ബെല്ല ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ബാഗ് എടുത്തിട്ട് വരാം. പോയിട്ടോ. അവന് സങ്കടമായി തോന്നുന്നു. അതിനിപ്പോ എനിക്കെന്താ? എത്ര എനിക്കൊന്നും ഇല്ലാന്ന് പ്രിറ്റൻഡ് ചെയ്താലും അവൻ പറഞ്ഞതൊക്കെ ഫസ്റ്റ് ടൈം ഒരാൾ എന്നോട് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഒരിക്കലും അതൊരു ആൺകുട്ടിയുടെ വായെന്ന് കേൾക്കുന്നു ഞാൻ വിചാരിച്ചില്ല.
പക്ഷെ ഇപ്പൊ തോന്നുന്നു ഞാൻ ശരിക്കും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്ന്. ഞാൻ ഒരു ആൺകുട്ടിയാണെന്ന് അറിഞ്ഞ അവന്റെ ഈ ഇഷ്ടം ഇതുപോലെ എപ്പോഴും ഉണ്ടാവോ? എവിടുന്ന് അവനൊരു ഭയാണെന്ന് തോന്നില്ല. ഞാനും. പക്ഷെ പിന്നെങ്ങനെ ഞാൻ അവന് വീണു പോകുന്നേ? ഓ, എനിക്ക് ഓൾറെഡി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് അവനെ കൂടെ വലിച്ചിടാൻ വയ്യ. പിക്കാച്ചു, എന്താടാ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടാ. ഇറ്റ്സ് ഫക്കിംഗ് 3 AM ബ്രോ. എനിക്കറിയാടാ, നീ എന്തേലും ചെയ്. ഈ നട്ടപ്പാത്രയ്ക്ക് ഞാൻ എന്തുണ്ടാക്കാനാ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ. അതിൽ ഞാനിപ്പോ ഖേദിക്കുന്നു. എടാ പിക്കാച്ചു, എനിക്ക് അവളെ ഇഷ്ടാടാ. എനിക്കറിയാടാ, അവൾക്ക് എന്നെ ഇഷ്ടല്ലടാ. അതും എനിക്കറിയാടാ. നിനക്കെല്ലാം അറിയാം. എന്നിട്ട് നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എടാ പന്ന ബെസ്റ്റ് ഫ്രണ്ടേ, ഇത് വെളുപ്പിന് 3 മണിയാടാ. എനിക്ക് ഉറങ്ങണടാ പട്ടി. വെച്ചിട്ട് പോടാ. ഞാൻ നാളെ നേരം വെളുത്തിട്ട് എന്തേലും ചെയ്യാ. ഉറപ്പാണോ? ആടാ, ഒന്ന് വെച്ചിട്ട് പോടാ ശവമേ. ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെ ആടാ പട്ടി. ഷോ, എന്നാലും അവള് നിന്നെ റിജക്ട് ചെയ്തല്ലോ. ഉഫ്, ഒറിജിനൽ ആണെന്ന് പറയേയില്ല. അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. പിക്കാച്ചു ഒരു മാസ്റ്റർ പ്ലാനുമായിട്ട് വരും. അതാ വരുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്. പറ, പ്ലാൻ പറ. പ്ലാനോ? എന്ത് പ്ലാൻ? നീ ഇന്നലെ വിളിച്ചപ്പോ ഇന്നെന്തോ ചെയ്യാ പറഞ്ഞേ? ഓ, അത് ഇപ്പൊ ഓർമ്മ വന്ന്. എന്താ പ്ലാൻ? ജലസ്. ഫ്രഷ്. ലോകത്ത് ഇന്നേ വരെ ഒരു കാമുകനും പരീക്ഷിക്കാത്ത സാധനം നിന്നെ കൊണ്ടേ പറ്റൂ പിക്കാച്ചു. ഹലോ, പ്രണയവും ജലസും ഒരു കോയിന്റെ 2 വശങ്ങളാണ്. ഇതൊക്കെ വർക്കാവോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. അതെ, ഈ ഐഡിയ 100 കോടി ക്ലബിൽ കയറും. ഓ, കോൺഫിഡൻസ്. യെസ്, വല്ലതും നടന്നു കണ്ടാ മതിയായിരുന്നു. ഈ നെഗറ്റീവ് വോളിയുടെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. അവനെന്നെ കണ്ടിട്ട് കാണാത്ത പോലെ ഇരിക്കുന്നു. ഈ തെണ്ടി കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ട് അവൻ ഇവിടെ പെൺപിള്ളേരുടെ നടുക്ക് കയറിയിരുന്ന് പഞ്ചാരടിക്കുന്നു. ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവൻ എന്ത് ചെയ്താൽ എനിക്കെന്താ? അവനെ ഇഗ്നോർ ചെയ്ത എന്താ? പെൺപിള്ളേരുടെ ഇടയിൽ കയറിയിരുന്ന എന്താ? അവരോട് ഫ്ലേട്ട് ചെയ്ത എന്താ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ബട്ട് ഇറ്റ്സ് ഹേർട്ടിങ്. അയ്യോ ഇഷാൻ, യു ആർ എ ബോയ്. വിഗ് വെച്ചോണ്ട് പെണ്ണാവില്ല. അതുകൊണ്ട് ആൺപിള്ളേരോട് ഫീലിങ്സും പാടില്ല. ഡോണ്ട് ഫാൾ ഫോർ ഹിം. ഹീസ് എ ബോയ്. ഇനഫ്. വിഗ് വെച്ച പെണ്ണാവില്ലായിരിക്കും. പക്ഷെ പെൺപിള്ളേര് മാത്രമേ ആൺപിള്ളേരെ പ്രേമിക്കാവൂ എന്നൊന്നുമില്ലല്ലോ. ഇഷാൻ, യു ക്യാൻ കൺട്രോൾ എനിമോർ. എക്സ്ക്യൂസ് മീ. എന്താ? നീ നിന്റെ സീറ്റിൽ പോയിരിക്കെ. ഞാനിവിടെ ഇരുന്ന നിനക്കെന്താ? നീ മാത്രല്ല, എല്ലാരും പോ. അത് പറയാൻ നീ ആരാ? ഹിസ് വൈഫ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നിന്റെ കാറിലോട്ട്. നിക്ക്, പിക്കാസിനോട് പറഞ്ഞിട്ട് വരാം. വേഗം വരണം. ഡാ, അവളുമാർക്കുള്ള ഡയറി മിൽക്കിന്റെ പൈസ ജിപേ ചെയ്യാം. ആൻഡ് താങ്ക്സ് അളിയ. ഇതൊക്കെ എന്ത്? ഓ പിന്നെ, സ്റ്റോപ്പ്. കണ്ടു ഞാൻ മണവാട്ടിയെ. വാട്ട് വാസ് ദാറ്റ്? എന്ത്? ക്ലാസ്സില്. നത്തിങ്, ആസ് യൂഷ്വൽ. ഓ, അപ്പൊ നീ യൂഷ്വലി പെൺപിള്ളേരെ നിന്റെ മടി കയറ്റിയിരുത്തോ? നോ. പിന്നെ അതെന്തിനാ നീ അറിയുന്നേ? നിനക്കെന്നെ ഇഷ്ടല്ലോ. പിന്നെന്താ? ആര് പറഞ്ഞു? നീ പറഞ്ഞു. അത് ഇന്നലെയല്ലേ? അപ്പൊ ഇന്ന്? ഒന്നുമില്ല. നിനക്കെന്നെ ഇഷ്ടാണോ? നോ. നീ ഓൾറെഡി സത്യം പറഞ്ഞു. യു. മേ ഐ? ഒരു ബോയ് എന്നെ കിസ് ചെയ്യുന്നു.
ഞാൻ തിരിച്ചും കിസ് ചെയ്യുന്നു. ഐ ചോസ് ഇറ്റ്. പക്ഷെ സത്യം അറിയുമ്പോ ഇവൻ എന്നെ വെറുക്കില്ലേ? അതറിഞ്ഞിട്ട് ഞാൻ എന്തിനാ? ഇഷ, ഐ ലവ് യു. ഐ ലവ് യു ടു. ഈ സമയത്ത് ആരാ? മോനെ പിക്കാച്ചു. ആ ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണോടാ പട്ടി എഴുന്നള്ളിയേ? ഓ സോറി, എക്സൈറ്റ്മെന്റ്. നിങ്ങൾ എങ്ങോട്ടാ പോയേ? മോനെ പിക്കാച്ചു, നീ മഞ്ഞത്തവളയല്ലടാ, സ്വർണ്ണത്തവളയാ. ഓ സോറി. യു ആർ ദ ബെസ്റ്റ് അളിയാ. യുവർ പ്ലാൻ ഇസ് ദ ബെസ്റ്റ്. യെസ്, ഐ ആം എ ജീനിയസ്. പിക്കാച്ചു, അബി, ഐ ലവ് യു. അതവിടെ നിക്കട്ടെ, എങ്ങോട്ടാ രണ്ടും പോയേ? ജസ്റ്റ് പാർക്ക്, കഫേ, മാൾ. വാ, കഴിച്ചിട്ട് പോ. ഇല്ലടാ, പോവാ. ഞാൻ താങ്ക്സ് പറയാൻ വന്നയാ. എന്നാ നീ ചെല്ല്, നാളെ കാണാം. ശോ, എനിക്ക് അവളെ ഇപ്പൊ കാണണം. അങ്ങോട്ട് പോയാലോ? അവളെന്തേലും വിചാരിക്കോ? എന്തിന്? അവളിപ്പോ എന്റെ ലവർ അല്ലേ? സർപ്രൈസ് കൊടുക്കാം. ഞാൻ അവനെ ചീറ്റ് ചെയ്യാണോ? ശോ, ചെയ്തത് മണ്ടത്തരാണോ? സത്യാറിന ഉറപ്പായി അവനെന്നെ വിട്ടു പോവും. ഇതറിഞ്ഞു വെച്ചോണ്ട് ഞാൻ പിന്നെ എന്തിനാ? അവൻ പോയാ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും. അതിനിപ്പോ എന്താ? അതെനിക്കൊരു പുതിയ വിഷയമല്ലല്ലോ. അതെന്താ? അവിടെ ആരും ഉണ്ടല്ലോ. ഈശ്വര, കള്ളനാണോ? കർത്താവേ, അബി, ഇവനെന്താ ഇവിടെ ചെയ്യുന്നേ? ഷിറ്റ്. അയ്യോ, എന്റെ ഷർട്ട്, അയ്യോ വിഗ്, അയ്യോ ടാറ്റു, ഗ്ലൗസ് എവിടെ? അവൾ വിജൃംഭിച്ചു പോവും. ഓ, നിന്റെ ബോഡി നല്ല ഫിറ്റ് ആണല്ലോ. ഒന്ന് തിരിഞ്ഞാ നോക്കട്ടെ. അബി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? വെർ ഇസ് യുവർ മാനേഴ്സ്? ഐ എം സോറി, നീ ഡ്രസ്സ് മാറുവാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പുറത്തു പോണോ? വേണ്ട, ഇനിയിപ്പോ എന്തിനാ പോന്നെ? നീ ഫുഡ് കഴിച്ചോ? ഇല്ല ഇഷ, ഐ എം സോറി. അത് വിട്, വാ കഴിക്കാം. ഓക്കെ. എന്താ, ഇഷ്ടായില്ലേ? ഏയ്, നല്ലതാ. പറഞ്ഞോ അബി. എരിവ് കൂടുതലാ. ഓ സോറി, എനിക്ക് നല്ല എരിവ് വേണം. ഞാൻ ചോദിക്കേണ്ടതായിരുന്നു. ഇത് കുടിക്ക്. ഇറ്റ്സ് ഓക്കെ. നമുക്ക് പരസ്പരം കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മളെ കുറിച്ച് ആദ്യം അറിയാം. നിന്നെ കുറിച്ച് പറ. എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനി നിന്നെ കുറിച്ച് പറ. ഞാൻ, അമ്മ, അച്ഛൻ, അതാ എന്റെ ലോകം. അച്ഛനും ബിസിനസ്സാണ്, അമ്മ ഹൗസ് വൈഫാണ്. പുള്ളിക്കാരത്തി നല്ല അടിപൊളി കുക്കാ. പിന്നെ എന്റെ ഫ്രണ്ട്സ്, നിനക്കറിയാലോ, പിക്കാച്ചു ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ യദു എന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവാ. ഞങ്ങള് കുഞ്ഞിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാ. ഓ, നീ ഓക്കെ അല്ലേ? ആ, എന്തേ? എന്തോ ടെൻഷനുള്ള പോലെ. ഏയ്, ഇവിടെ വാ. അബി, കണ്ടു ഞാൻ എൻ മണവാട്ടിയെ, കണ്ടു ഞാൻ എൻ മീന. ഞാൻ പോട്ടെ, അമ്മയുടെ വക ഇപ്പൊ വിളി വരും. ശരി. ഡോറും ജനലും ഒക്കെ കുറ്റിട്ടു കേട്ടോ. നാളെ കാണാം. കോണിൽ തന്നു നീ ഒരു നോക്ക്, വന്നതും ഇന്നതും ഇപ്പോ എന്റെ ചങ്ക് പെണ്ണെ നീ. ഐ വിൽ ലൂസ് യു വൺ ഡേ. ജീവിതകാലം മുഴുവൻ എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയില്ല. ഒരിക്കലും ഈ ഇഷയെ എന്നേക്കും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ ഇഷാൻ മാത്രം. ഇഷാൻ ഫെർണാണ്ടസ്, the heir of FFK corporations. പക്ഷെ അബി, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞുവിടും? ഇപ്പൊ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരിക്കൽ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ നീ എന്നെ ഇഷ്ടല്ല പറയും. നീ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയോ? ഏറെക്കുറെ. എടി, അത് നോക്ക്.
എന്താലേ ഇവരൊക്കെ ഇപ്പൊ പബ്ലിക്കിലും ഇറങ്ങി തുടങ്ങി. അതിനിപ്പോ എന്താ? അതെ, എനിക്കതിനെന്താ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ മതിയല്ലോ. അബി, ഒരാൺകുട്ടി നിന്നെ ഇഷ്ടാന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? അവന്റെ മോന്തടിച്ചു പൊളിക്കും. വാ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? റിംഗ് സെക്ഷൻ ലെഫ്റ്റ് സൈഡ്. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടായോ? ശരിക്കും ഇഷ്ടായോ? ഇല്ലെങ്കി ഇല്ല പറഞ്ഞോ. എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, അതാ നിന്നെ കൂടെ കൂട്ടിയേ. എനിക്ക് മെൻസ്ട്രിങ് മതി. മെൻസിന്റെയോ? നീ ബാക്കി ഗേൾസിനെ വെച്ച് നോക്കുമ്പോ ടോട്ടലി ഡിഫറെന്റാ. ചില സമയത്ത് എനിക്ക് തോന്നുന്നു നീ ഒരു ആൺകുട്ടിയാണോ. ജസ്റ്റ് കിഡി. നിനക്ക് ഇഷ്ടമുള്ളത് എടുക്ക്. കപ്പിൾ റിംഗ് ആയാലോ? രണ്ടുപേർക്കും മെൻസിന്റെയോ? ബട്ട് വെറൈറ്റി അല്ലേ? ശരി, നിന്റെ ഇഷ്ടം. വാ, ഞാൻ വീട്ടിൽ പോവാ. ഇന്ന് അങ്കിളിനെ കാണാൻ പോണം. എന്നാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഓക്കെ. ഓക്കെ, താങ്ക് യു. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ? വേറെന്താ? നീയായിട്ട് തരണ്ട, ഞാനായിട്ട് എടുത്തോളാം. എന്ത്? This lips. അബി, സ്റ്റോപ്പ്. എന്താ? അബി, ഐ എം നോട്ട് റെഡി ഫോർ ദിസ്. ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലാവും. സോറി. എന്തിന്? അല്ലേലും ഇതിനൊന്നും ടൈം ആയിട്ടില്ലല്ലോ. ഞാൻ ഇനി തൊട്ട് എന്നെ കൺട്രോൾ ചെയ്തോളാം. അപ്പൊ ശരി, ബൈ. വന്നിട്ട് വിളിക്ക്. ഓക്കെ. അങ്ങനെ അവൾ എന്റേതായി, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇനി വേറെ ചിലരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ. നിന്നോടാ? എന്ത്? നീയല്ലേ പറഞ്ഞേ ഇവൻ അവളെ വളച്ചാ നിന്റെ തല മൊട്ടയടിക്കുന്നു? അത് പിന്നെ ഞാൻ വിചാരിച്ചോ അവൾ ഈ പൊട്ടന് വളയുന്നു? അല്ലെങ്കിൽ ഈ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേർക്കൊക്കെ കിട്ടുന്നത് ഇതുപോലുള്ള മണ്ടങ്ങളാപ്പന്മാരെ ആയിരിക്കും. ആരുടെ മണ്ടൻ? നിർത്തി രണ്ടും. എന്തായാലും എല്ലാം സെറ്റായില്ലേ? സോ പാർട്ടിയില്ലേ പുഷ്പ? ഉണ്ടല്ലോ ഇന്ന് രാത്രി. അപ്പൊ എനിക്കോ? നീ വല്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കേ, ഞാൻ പൈസ ഇടാം. ഓക്കെ, സെറ്റ്. അപ്പൊ ഇന്ന് രാത്രി അമ്മ. അങ്കിൾ ഇങ്ങോട്ട് വന്നു. ഹൈ വൈഫേ. അബി, സർപ്രൈസ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അയ്യോ, നിന്റെ മുടിയൊക്കെ ഊരിപ്പോയോ? അത് ഇന്ന് എണ്ണ തേച്ചില്ലേ? മറന്നുപോയി. അങ്ങനെ വേണ. ഡെയിലി എണ്ണ തേക്കണം, ഇല്ലെങ്കിൽ മുട്ടച്ചി പോകൂലേ? ഈ മുടിന് എപ്പോ വളരും? നാളെ എണ്ണ തേക്കുമ്പോ. ആഹാ, അത്ര പെട്ടെന്ന് വളരുവോ? കാച്ചി എണ്ണയാ? അങ്ങനെ വേണ. സർപ്രൈസ് ആയി പോയല്ലേ? വല്ലാണ്ട്. ഞാനും പീക്കാച്ചു ഇതും ബാറിപ്പോയി. അടിയോടടി. ഞാൻ കുടിച്ചത് ഇഷ്ടായില്ല തോന്നുന്നു. കൊഴപ്പല്ല. എന്നാലും നീ ഒറ്റ ദിവസം കൊണ്ട് മുട്ടച്ചിയായി പോയല്ലോ. കെമിക്കലുള്ള ഷാമ്പു ആണ് ഇതിനൊക്കെ കാരണം. ഷാമ്പു നിരോധിക്കണം. അബി, ഇവിടെ ഇരിക്കേ. നീയും ഇരിക്കേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഐ ലവ് യു. ഐ ലവ് യു. നീയാണ് ഇനി മുതൽ എന്റെ എല്ലാം. നീ എന്നെ വിട്ടു പോയാലും ഞാൻ നിന്നെ വിട്ടു പോവില്ല. നമ്മള് പഠിത്തം കഴിഞ്ഞ് ജോലി മേടിച്ച് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി. എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെങ്കിലോ? ഇറ്റ്സ് ഓക്കെ, ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ടും ശരിയായില്ലെങ്കിൽ അഡോപ്റ്റ് ഒക്കെ ചെയ്യാലോ. ഈഷ, എല്ലാ പെൺപിള്ളേരും എന്നെ റിജക്ട് ചെയ്തിട്ടും
നീ എന്താ എന്നെ അക്സെപ്റ്റ് ചെയ്തേ? ഞാൻ പെൺകുട്ടി അല്ലാത്തോണ്ടായിരിക്കും. ആ? ഏ, അത് അഭി തന്നെയല്ലേ പറഞ്ഞേ ഞാൻ ബാക്കിയുള്ള പെൺപിള്ളേരെ പോലെ അല്ലെന്ന്? അത് ശരിയാ. ഇപ്പൊ എന്റെ ഡൗട്ട് ഞാൻ പെണ്ണും നീ ആണുമാണെന്ന. ഈ കാക്കപ്പുള്ളി കുഞ്ഞിലെ മുതലുണ്ടോ? ആ ഞാൻ ഒരു കിസ് അടിച്ചോട്ടെ? പ്ലീസ് 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 പ്ലീസ്. അബി, ഈ അവസ്ഥയിൽ നിന്നെ കിസ് ചെയ്യാൻ സമ്മതിക്കുന്നത് ശരിയാവില്ല. എന്താ ഇഷ അങ്ങനെ പറയല്ലേ ഇഷ, പ്ലീസ് ഇഷ. അബി, നീ ഇപ്പൊ വീട്ടിൽ പോ, നമുക്ക് നാളെ കാണാം. എനിക്ക് മനസ്സിലായി. ഞാൻ ഫിറ്റ് ആയതുകൊണ്ട് നിന്നെ വല്ലതും ചെയ്യുമെന്നുള്ള പേടിയല്ലേ? എന്റെ ഇഷ, എനിക്ക് ഒടുക്കത്തെ കൺട്രോളാ. ഐ ആം എ കോംപ്ലൈന്റ് ബോയ്. അബി, ഇത് ശരിയാവില്ല. ഓക്കേ, ആ ചുണ്ട് അങ്ങനെ വെക്കാതെ പ്ലീസ്. ശരി, ഒറ്റ കിസ്സിൽ നിർത്തുവാണെങ്കിൽ കിസ് ചെയ്തോ. യെസ്. അബി, സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇഷ, എനിക്ക് നിന്റെ കുട്ടികളെ പ്രസവിക്കണം. ഏ, ഛേ, നീ എന്റെ കുട്ടികളെ പ്രസവിക്കണം. ഇപ്പോഴോ? പിന്നെ മതി. ഇപ്പോ ഇപ്പോ എന്റെ ഇഷ, എനിക്ക് ഒടുക്കത്തെ കൺട്രോളാ. ഐ ആം എ കോംപ്ലൈന്റ് ബോയ്. ഞാൻ ഫിറ്റായി പോയി. നീ കരയുമ്പോ ആണുങ്ങൾ കരയുന്ന പോലെ തോന്നുവോ? അതാ വരുന്നുണ്ട് പ്രേം നസീർ. ഹായ് ഗായ്സ്, ഇന്നലെ കാവടി തുള്ളി പോയിട്ട് എന്തായി? ആന്നോ? അങ്ങോട്ട് പോയത് മാത്രമേ ഓർമ്മയുള്ളടാ. പിന്നെ ഇന്ന് അമ്മ വന്ന് വിളിച്ചപ്പോഴാ ബോധം വന്നേ. അപ്പൊ നീ എങ്ങനെയാ വീട്ടിൽ പോയേ? ആർക്കറിയാ. ആ ബെസ്റ്റ്, നീ അവളെ കാണാൻ തന്നെയല്ലേ പോയേ? ആണെന്ന് തോന്നുന്നു. തോന്നുന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ കുളത്തിൽ ഇവനെ വിടണ്ടാന്ന്. ഈശ്വര, ഇന്നലെ എങ്ങോട്ടാ പോയേ? നീ അവളോട് തന്നെ ചോദിക്കേ. ശരിയാ, ഞാൻ അവള് വരുന്നുണ്ടോ നോക്കട്ടെ. നിങ്ങൾ ക്ലാസ്സിൽ കയറിക്കോ. ശരി, വേഗം വരണേ. എടി, ഞാൻ ഇന്നലെ നിന്നെ കാണാൻ വന്നിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഇന്നലെ ഫിറ്റ് ആയോണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ അടുത്തോട്ട് തന്നെയാ വന്നേ. ഹാവൂ, അപ്പൊ നീയാണ് എന്നെ വീട്ടിലാക്കിയേ? അയ്യോ, അപ്പൊ അമ്മ നിന്നെ കണ്ടോ? ഇല്ല, ഞാൻ നിന്നെ അവിടെ നിർത്തിയിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് പോയി. ഹൗ ഭാഗ്യം. നിനക്കൊന്നും ഓർമ്മയില്ലേ? ഇല്ലടി, അതാ ഞാൻ നിന്നോട് ചോദിച്ചേ. എന്താടി? ഏയ്, ഒന്നുമില്ല. നിക്ക്, ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. പിന്നെ നിന്റെ മുഖത്ത് എന്തോ ഒരു സങ്കടം? ഒന്നുമില്ലടാ, വാ ക്ലാസ്സിൽ പോവാം. ഹേയ്, ഇന്നലെ നമ്മള് അയ്യോ, എനിക്കെപ്പോഴും ഓർമ്മ വന്നേ. ഐ എം സോറി, ഞാൻ മനഃപൂർവ്വമല്ല. ഇറ്റ്സ് ഓക്കെ. ഓക്കെ. ഏയ്, നിനക്ക് വേറൊന്നും ഓർമ്മയില്ലല്ലോ? വേറെന്താ? അല്ല, ഇതൊക്കെ തന്നെ. ക്ലാസ്സിൽ പോവാ? അവരോട് ഇതൊന്നും പറയല്ലേ. ചേ, ഇതൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്ത് ആളാവുന്ന ചീപ്പ് പരിപാടി ഞാൻ ചെയ്യില്ല. ശരി ശരി, വാ. ഡാ നോക്കടാ, എന്നാൽ ഇവനിതെങ്ങനെ? പെൺപിള്ളേർക്ക് തലയിലൊന്നുമില്ലെങ്കിലും ഗ്ലാമർ ഉള്ളവന്മാരെ മതി. സത്യം. എന്നാലും നല്ലൊരു കൊച്ചായിരുന്നു. നനച്ച വണ്ടി കിട്ടിയില്ലെങ്കി കിടച്ച വണ്ടി കയറാനല്ലേ? എങ്ങനെ മനസ്സിലായി? ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. ആക്കിയതാണല്ലേ?
ഓ, മനസ്സിലാക്കി കളഞ്ഞു. നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിച്ചോ? ആ, അവളുടെ അടുത്ത് തന്നെയായിരുന്നു. എന്തായിരുന്നു ഇന്നലെ പരിപാടി? ഞങ്ങള് ചുമ്മാ സംസാരിച്ചിരുന്നു. നീ അത്രയ്ക്കൊക്കെ ഡീസന്റ് ആണോ? പിന്നല്ല. ബെല്ല, നീ അസൈൻമെന്റ് വെക്കാൻ പോകുന്നുണ്ടോ? ആടി, എന്നാ ഞാനും ഉണ്ട്. അബി, ഞാൻ അത് വെച്ചിട്ട് വരാം. ആ, പോയിട്ട് വാ. ഓ ഓ യദു, നീ കേട്ടാ? പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ. നീ ഇത് ഇതുവരെ വിട്ടില്ലേ? നിന്റെ ഏട്ടത്തിയമ്മയാടാ അവള്. എന്താടി, എന്താ? ഈശ ഛർദിക്കുന്നു. ഞാൻ വെള്ളം എടുക്കാൻ വന്നതാ. ഛർദിയാ? നഴ്സ് റൂമിൽ പോണോ? വേണ്ട, ഞാൻ ഓക്കെയാണ്. എടാ, നീ എന്തിനാ മൂങ്ങുന്നേ? ഓ, അവന്റെ ഒരു ദിവ്യപ്രേമം. വാ, ക്ലാസ്സിൽ പോവാം. ശരി, വാ. അയ്യോ, അയ്യേ ലോലൻ, ചുമ്മാ ഷോ. നീ പോടാ പട്ടി. എടാ മതി, അവള് പോയി. ഇത് ഞാൻ ശരിക്കും കരയുന്നതാടാ പട്ടികളെ. എന്ത് കാര്യത്തിന്? അവൾക്ക് ക്യാൻസർ ഒന്നുമല്ല നീ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ. അത് തന്നെ, നിസ്സാര ഒരു ഛർദി കേസിനാണ് ഇവന്റെ ഈ ഷോ. ഇത് വെറും ഛർദി കേസല്ല. പിന്നെ അവള് പ്രഗ്നന്റ് ആടാ. ഹല്ലേലൂയ സ്തോത്രം.